ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. നമ്മുടെ ഫുൾ ബോഡിയിൽ തേക്കാൻ പറ്റുന്ന, കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും തേക്കാൻ പറ്റുന്ന നെയ്യ് വെച്ചിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ശതദൗതഘൃതം എന്നാണ് ശരിക്കും അത് പറയുന്നത്. പക്ഷേ നമുക്കത് എത്രമാത്രം എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ നെയ്യ് ഒരു ചെറിയ ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ നല്ല വീതിയും വിസ്താരമൊക്കെ ഉള്ളൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് വെള്ളം മാറി തന്നെ വന്ന് കിടക്കണ കാണാം. നെയ്യ് നന്നായിട്ട് ക്രീമായിട്ട് നമുക്ക് കിട്ടും. 100 ആവർത്തി ഇതുപോലെ ചെയ്ത് ശുദ്ധിയാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓരോ തവണയും വെള്ളം ഇതുപോലെ കളയണം. വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ 100 ആവർത്തി ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ച് ഇതുപോലെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് തിരിച്ചതിന് ശേഷം നമ്മളിത് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരല്പം വാക്സ് ചേർക്കാം. നമുക്കിതൊരു ക്രീമായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ഗ്യാസ് ഒന്ന് ഫ്ലെയിം ഒരു ഇത്തിരി വളരെ കുറച്ച് മാത്രം വയ്ക്കുക. ശേഷം അതിലേക്ക് നെയ്യ് വെച്ചിരിക്കുന്നത്, അതായത് ഉരുക്കി ഇതുപോലെ ക്ലീനാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതി. ഈ ഇതൊന്ന് മെൽട്ടാവുന്ന വരെ ഒന്നാക്കിയെടുക്കുക. ഒരല്പം എസൻഷ്യൽ ഓയിലും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒഴിക്കാം. സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ മെൽറ്റ് ചെയ്യാതെ തന്നെ, വാക്സ് ഇടാതെ തന്നെ എടുത്ത് വയ്ക്കാം. അതല്ലാതെ ഇത് നമുക്കിപ്പോൾ വാക്സ് ഇട്ടതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇതൊന്ന് സെറ്റാവും കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ അതുപോലെ മുതിർന്ന ആൾക്കാർക്കും കയ്യിലും കാലിലും ഒക്കെ മുരിയുള്ളവർ, ഡ്രൈ ആയിട്ടിരിക്കുന്നവർ, പൊളിഞ്ഞു ഇങ്ങനെ പോരുന്നവർ, ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ നെയ്യിൻ്റെ ആ ഒരു മണം, ഒരു വെണ്ണയുടെയൊക്കെ ഒരു മണം നമുക്ക് ചില ആളുകൾക്ക് പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. വാക്സും കൂടെ ആകുമ്പോൾ അത് നന്നായിട്ട് സെറ്റാവും. കുറച്ച് നേരം ഇതുപോലെ അടച്ച് വെക്കാം. സെറ്റാവാനായിട്ട് ഒരു ഹാഫ് ആൻ അവർക്ക് ഇരുന്നാൽ സെറ്റാവും കേട്ടോ. നമുക്ക് ആവശ്യമനുസരിച്ച് ഇപ്പോൾ കുറച്ച് നേരം കൂടെ വെച്ച് നന്നായിട്ട് സെറ്റാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കുറച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്ക് കയ്യിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൻ്റെ മുട്ടിൽ, കാലിൽ ഒക്കെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കും ചെയ്യാം. കയ്യിലിട്ടൊന്ന് നന്നായിട്ട് വാം ചെയ്തതിന് എന്താ പറയുക, ചൂടാക്കിയതിന് ശേഷം ദേഹത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.